ഫൈൻഡ് അർജുൻ ആക്ഷൻ കമ്മിറ്റി. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള അതിലുള്ള എല്ലാ ആളുകളും ഇവിടേക്ക് എത്തും. ഇവിടെ നിന്ന് പിന്നെ ഏകദേശം വളരെ വൈകാതെ തന്നെ അർജുൻ ഇവിടെ നമ്മുടെ അടുത്തേക്ക് എത്തും. ഏറെ പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ കേരളം കാത്തിരുന്ന നമ്മുടെ അർജുൻ നമ്മുടെ അടുത്തേക്ക് എത്തും. ഇവിടെ നിന്ന് വിലാപയാത്രയായിട്ട് കണ്ണാടിക്കലേക്ക് പോകും. കണ്ണാടിക്കൽ നിന്ന് അവിടെയുള്ള പൊതുസമൂഹത്തിൻ്റെയും ആളുകളുടെയും ഒരു കൂട്ടായ്മയോടെ വീട്ടിലേക്ക് എത്തിക്കും. അതാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അടുത്താണ് അർജുനെ അറിയുന്ന ആളുകളൊന്നുമല്ല, പക്ഷേ അർജുൻ്റെ ആ സുഹൃത്തിനോടുള്ളൊരു അനുഭവം ഉണ്ട്. ഞങ്ങൾ ഈ ദുഃഖത്തിൽ പങ്കുചേരാൻ വേണ്ടി അർജുൻ്റെ കുടുംബത്തോടൊപ്പം അതിൻ്റെ ആ ദുഃഖത്തിൻ്റെ ഒരു ഭാഗമാകാൻ വേണ്ടിയിട്ട് ഒത്തുചേർന്ന നാട്ടുകാരാണ്. ഇവിടെ നിന്ന് സ്വീകരിക്കുന്നു എന്നറിഞ്ഞപ്പം അതിനുവേണ്ടി വന്നവരാണ്. മറ്റ് പല ജില്ലക്കാരൊക്കെ തൃശ്ശൂർ വാരന്തരപ്പള്ളിയിൽ നിന്ന് വന്ന 65 ദിവസമായിട്ട് ഷിരൂരുണ്ടായിരുന്നു, മനാഫ്ക്കാടെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഇന്നലെ എത്തി. ഇപ്പോൾ നമ്മൾ വിലാപയാത്ര തുടങ്ങുകയാണ്. അപ്പോൾ വിലാപയാത്ര കണ്ണാടിക്കലേക്ക് വീട്ടിലേക്ക് എത്തിക്കും. അപ്പോൾ ഒപ്പം ചേരും. അർജുനെ ഒരു നോക്ക് കാണാൻ വേണ്ടി ജില്ലയുടെ നാനാഭാഗത്തു നിന്ന് സംസ്ഥാനത്തിൻ്റെ പല ഭാഗത്തു നിന്ന് ആളുകളിലൂടെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. മോട്ടോർ തൊഴിലാളികൾ, ലോറി ഉടമകൾ എല്ലാവരും ഉണ്ട്. അർജുനൊപ്പം ജോലി ചെയ്തവരൊക്കെ വരുന്നുണ്ട്. അർജുൻ്റെ ഒപ്പം ജോലി ചെയ്തവരുണ്ട്. അർജുന നേരത്തെ നാട്ടിൽ പണിയെടുത്ത കാലത്ത് അന്ന് പ്രവർത്തിച്ച എല്ലാ വിഭാഗം ആളുകളും ഇവിടെ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ വേണ്ടപ്പെട്ട ചങ്ങയായിരുന്നു. ചേട്ടൻ ലോറി ഡ്രൈവറാണ്? അല്ല, ഞാൻ എല്ലാത്തിലും പോകും, എല്ലാ വണ്ടിയിലും പോകും. അർജുനെ കണ്ടുപരിചയമാണ്. 94 വീട്ട് ഡ്രൈവറാണ്. അപ്പോൾ എല്ലാവരും നല്ല കമ്പനിയാണ്. അപ്പോൾ ഓന് പറപ്പ് കാണുന്നതായിട്ട് അങ്ങനെ ഓനെയും കൂട്ടി വന്നതാണ്. മനസ്സിൽ ഭയങ്കര സങ്കടം. പേര് പറയുമ്പോൾ ഒക്കെ മനസ്സിൽ ഭയങ്കര സങ്കടം എന്നറിയാം. മോൻ്റെ പേര് ഉച്ചരിക്കുന്നു. അപ്പോൾ മോൻ പറഞ്ഞു മോനിപ്പോൾ എനിക്ക് കാണാം. മോൻ പറഞ്ഞിട്ട് വന്നാണ്? മോൻ പറഞ്ഞിട്ട് എനിക്കൊന്ന് കാണുന്നുണ്ട്. അപ്പോൾ മോനും ഉണ്ട്. അപ്പോൾ മോന് മദ്രസയിൽ പോകണമല്ലോ. അപ്പോൾ 6 മണിക്ക് എത്തുന്നിട്ടാണ് പറഞ്ഞത്. 7:30 എത്തുമെന്ന് പറഞ്ഞു. അപ്പോൾ എന്താ പറയുക, വാക്കുകളില്ല. അവനെ പറ്റി പറയാനേ വാക്കുകളില്ല എന്നറിയാം. അർജുന അടുത്തറിയാവുന്ന വ്യക്തി കൂടിയാണ്. അടുത്തറിയാം. നമ്മൾക്ക് പഴയ ഡ്രൈവർമാർ തന്നെയാണ്. ഞാൻ കോഴിക്കോട് ടൗണിലൊക്കെ പണിയെടുത്ത ആളാണ്. എല്ലാ ഇതിലും ടാക്സി ഡ്രൈവറാണ്. 95 മുതൽ ഡ്രൈവറാണ്.